കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിനെതിരെയുള്ള ആക്രമണങ്ങൾ തുടർന്നു വരികയാണ്. യാതൊരുവിധ കുറവും ഇതിന് അവർ വരുത്തിയിട്ടില്ല. ഓരോ ഘട്ടത്തിലും പരമാവധി എങ്ങനെയെല്ലാം ഉപദ്രവിക്കാമെന്നുള്ള ചിന്തയാണ് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തോട് കോൺഗ്രസ് നേതാക്കൾ സ്വീകരിച്ചു വരുന്നത്. ഇതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമ്മൻചാണ്ടിയുടെ മകനും MLA ചാണ്ടി ഉമ്മനെ കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്നും അവർ സ്ഥാനഭ്രഷ്ടനാക്കി. ഈ സ്ഥാനഭ്രഷ്ടനാക്കിയതിന് പിന്നിൽ ഒരു ദിവസവും അവർ തെരഞ്ഞെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ തന്നെയാണ് ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. അതായത് MLA ആയതോടുകൂടി ഇദ്ദേഹത്തെ സ്ഥാനത്ത് നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മാറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം അഭ്യൂഹങ്ങളെല്ലാം നിറഞ്ഞിരുന്നു. പക്ഷേ ആ ദിവസം വരെ കാത്തിരുന്ന് കൃത്യ ദിവസം തന്നെ ഈ പണി കൊടുത്താണ് ഇവർ ഈ രീതിയിൽ ഒതുക്കിയത്. അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ ദേശീയ അധ്യക്ഷൻ നേരിട്ട് ഫോണിലൂടെ വിളിച്ച് ചാണ്ടി ഉമ്മനെ ഈ കാര്യം അറിയിക്കുകയായിരുന്നു എന്നാണ് ചാണ്ടി ഉമ്മനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. അതായത് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ ഇന്നലെ ചരമവാർഷിക ദിനത്തിൽ വലിയ തോതിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാൻ ഈ പറയുന്ന ഔട്ട്റീച്ച് സെല്ലിൻ്റെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വൃക്കരോഗികളുമായി ബന്ധപ്പെട്ട വലിയൊരു ക്യാമ്പും പരിപാടികളുമെല്ലാം ഇവർ ആസൂത്രണം ചെയ്തിരുന്നു. പുതുപ്പള്ളിയിൽ ഇതിന് സംസ്ഥാന തലത്തിൽ തുടക്കം എന്ന രീതിയിൽ പുതുപ്പള്ളിയിൽ നിന്നും ഇത് തുടങ്ങാനുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിക്കുകയും എന്നാൽ ഈ സംഭവം അറിഞ്ഞ നേതാക്കന്മാർ, കേരളത്തിലെ നല്ല നേതാക്കന്മാർ, നല്ല രീതിയിൽ പണി കൊടുക്കാൻ തീരുമാനിച്ച നേതാക്കന്മാർ എന്ത് ചെയ്തു? ദേശീയ തലത്തിൽ തന്നെ വിവരം ധരിപ്പിച്ച് ഈ പരിപാടി നടത്തരുതെന്നുള്ള തിട്ടൂരമിറക്കുന്നതിന് കാരണമാക്കി. ദേശീയ നേതൃത്വം തന്നെ ആവശ്യപ്പെടുകയായിരുന്നു ഈ പരിപാടി നടത്തരുത്, ഈ ഔട്ട്റീച്ച് സെല്ലിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള കൃത്യമായ വാറോല കൊടുത്തു. ഇതോടുകൂടി ആ പരിപാടിയും നടത്താൻ സാധിച്ചില്ല. ഇനി നടത്താൻ സാധിക്കാതിരുന്നത് താൽക്കാലികമായിട്ടെങ്കിലും പ്രശ്നം പരിഹരിക്കാമെന്ന് കരുതാം. പക്ഷെ ആ ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മൻ്റെ പണിയാൻ കിട്ടിയ അവസരം നന്നായി വിനിയോഗിക്കുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിലെ ഒരു വിഭാഗം വിജയിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ഇവർ കാണിച്ചത് ചെറ്റത്തരമാണെങ്കിലും ഇവർ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുള്ള ബോധ്യം ഇനി ഇവർക്കെങ്കിലും ഉണ്ടാകണം. കാരണം ഔട്ട്റീച്ച് സെല്ലിൻ്റെ പ്രവർത്തനം മന്ദീപിക്കുകയോ നിർത്തുകയോ ഒക്കെ അത് അവരുടെ സംഘടനാപരമായ കാര്യമാണ്. പക്ഷേ അതേ ദിവസം തന്നെ തെരഞ്ഞെടുത്ത് എന്തിനാണ് ഈ മരിച്ചുപോയ ഉമ്മൻചാണ്ടിയുടെ മകനെ ഇത്തരത്തിൽ ഉപദ്രവിക്കുന്നത്? അതായത് ഉമ്മൻചാണ്ടി മരിച്ചിട്ടും ഉമ്മൻചാണ്ടി വിരുദ്ധരുടെ വിദ്വേഷവും പകയും തീർന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. കാരണം ദേശീയ നേതൃത്വത്തിന് നേരിട്ട് അറിവുള്ള ഒരു കാര്യമല്ല ഔട്ട്റീച്ച് സെല്ലിൻ്റെ പേരിൽ ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ നടക്കുന്നു എന്നുള്ളത്. അത് ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷിക ദിനത്തിൽ തന്നെ ഈ പരിപാടി നടത്തുന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അവർക്കൊരു ബോധ്യമില്ല. കേരളത്തിൻ്റെ ഔട്ട്റീച്ച് സെൽ നേരത്തെ തന്നെ പിരിച്ചുവിട്ടിരുന്നതാണ്. പക്ഷേ ഈ പറയുന്ന കാര്യത്തിൽ യാതൊരുവിധ ബോധ്യമില്ലായിരുന്ന കാര്യത്തെ കൃത്യമായിട്ടൊരു പ്രാദേശിക തലത്തിൽ നടക്കാൻ, അല്ലെങ്കിൽ പുതുപ്പള്ളിയിൽ മാത്രം കേന്ദ്രീകരിച്ചെടുക്കുന്ന ഈ പരിപാടിയെക്കുറിച്ചുള്ള A-to-Z വിവരങ്ങൾ മുകളിലേക്ക് ധരിപ്പിക്കുകയും അവിടെ നിന്ന് തെറ്റിദ്ധാരണ വരുത്തി ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് വാങ്ങി ചാണ്ടി ഉമ്മന് ചരമവാർഷിക ദിനത്തിൽ നല്ലൊരു അടി കൊടുക്കുകയുമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെ, നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഐക്യത്തെയും അഖണ്ഡതയുമാണ്. സുധാകരനും സംഘവും എങ്ങനെയെങ്കിലും ഒരു ഏകോപന അവസ്ഥയുണ്ടാക്കി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലടക്കം വലിയ നേട്ടം കൊയ്യണമെന്നുള്ള ആഗ്രഹിച്ച് വയനാട്ടിൽ ക്യാമ്പും പരിപാടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഉള്ളവരെ പിടിച്ചു നിർത്താനും ശല്യക്കാരായവരെ ഒഴിവാക്കാനായിട്ട് വലിയ തോതിൽ കൂടോത്രവും സംഘവും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് നിങ്ങൾ സ്വന്തം നേതാവിൻ്റെ മകൻ പണിയാൻ കിട്ടുന്ന അവസരം ഒഴിവാക്കാതെ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം പുരോഗമിച്ചാലും നിങ്ങളുടെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ വർഗ്ഗഗുണത്തിൽ യാതൊരുവിധ മാറ്റവും വരാൻ പോകുന്നില്ല. ഏതിൻ്റെയോ വാല് 12 കൊല്ലം കുമ്പത്തിലിട്ടാൽ അത് നിവരില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഇത്തരത്തിലുള്ള നീക്കം. വളരുംതോറും പടവലങ്ങ പോലെ അവരുടെ സംസ്കാരവും മറ്റ് രീതികളും പടവലങ്ങ പോലെ താഴേക്ക് വളരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏതായാലും കോൺഗ്രസിൻ്റെ അണികളും പ്രവർത്തകരും നേതാക്കന്മാരും ഇനി നേതാക്കന്മാരാകാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കേണ്ട ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് തക്കം കിട്ടിയാൽ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കുബുദ്ധികളുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഇതിന് തക്കതായ ശരിയായ പ്രതികരണം നിങ്ങൾക്ക് യഥാസമയം നൽകാൻ സാധിച്ചില്ല എങ്കിൽ ഇവർ വലിയ തോതിലുള്ള അധികാരമോഹികളും ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയാത്ത വെറും വിവരദോഷികളുമായി മാറും. ഇക്കാര്യത്തിൽ ഇനിയെങ്കിലും നിങ്ങൾ ജാഗ്രത കാണിക്കണം.